ഇറാനിലേക്ക് സൈന്യത്തെ വിന്യസിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആണവായുധം നിർമ്മിക്കാനുള്ള തീരുമാനമെടുത്താൽ കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്നും ട്രംപ്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടത്തിയ 837 പേർക്കെതിരെയുള്ള ഇറാന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്നും ട്രംപ് അറിയിച്ചു. We have a lot of ships going that direction, just in case. We have a big flotilla going in that direction, and we'll see what happens. We have a big force going toward Iran. I'd rather not see anything happen, but we're watching them very closely. I saw 837 hangings on Thursday. They would have been dead. Every one of them would have been hung. This is like from 1,000 years ago. This is an ancient culture. Very smart people, by the way. It's an ancient culture. 837, mostly young men, were going to be hung on Thursday. And I said, if you hang those people, you're going to be hit harder than you've ever been hit. It'll make what we did to your Iran nuclear look like peanuts. And an hour before this horrible thing was going to take place, they canceled it. And they... Yes, വിവരങ്ങൾ ഐസൺ ജോസ് ഉണ്ട്. ഐസൺ, നമുക്കറിയാം ഇറാനിൽ കടുത്ത സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടക്കുകയാണ്. ആ പ്രക്ഷോഭത്തിനിടയ്ക്ക് ട്രംപ് പലതവണ പറഞ്ഞിട്ടുണ്ട് പ്രക്ഷോഭക്കാർക്ക് പിന്തുണ. പ്രക്ഷോഭക്കാർക്കെതിരെയുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇറാൻ സർക്കാരിനെതിരെ ആക്രമണം നടത്തുമെന്ന് ട്രംപ് പലതവണയും പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇറാൻ ആണവായുധം നിർമ്മിക്കാനുള്ള തീരുമാനമെടുത്താൽ കടുത്ത നടപടിയിൽ കടക്കുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അമൽ, തീർച്ചയായും നമ്മളിപ്പോൾ കേട്ടതുപോലെ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ഈ വാർത്തയിൽ നമ്മൾ വ്യക്തമാക്കിയതുപോലെ, ഇറാനെതിരായ സൈനിക നീക്കങ്ങൾ, അതായത് സൈനിക നീക്കം തയ്യാറാകുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള നീക്കങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായുള്ള വിന്യാസം, കപ്പൽപ്പടയുടെ ഉൾപ്പെടെ വിന്യാസം നടന്നിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഇത് സ്ഥിരീകരിക്കുന്ന ഒരു മറുപടി തന്നെയാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എയർഫോഴ്സ് വണ്ണിൽ അദ്ദേഹം സഞ്ചരിക്കുന്നതിനിടെയാണ് ഈ മറുപടി നൽകിയിരിക്കുന്നത് എന്നതും ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാവുന്നതാണ്, പല ഇത്തരത്തിലുള്ള തന്ത്രപ്രധാനമായ തീരുമാനങ്ങളും ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിലുള്ള വിദേശയാത്രകൾക്കിടയിലാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ട്രംപിന്റെ വിദേശയാത്രകൾക്കിടയിലാണ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത്തരത്തിലൊരു പശ്ചാത്തലത്തിലാണ് ഈ സൈനിക വിന്യാസം അബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ US പടക്കപ്പലായ അബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ മേഖലയിലേക്ക് വിന്യസിച്ചു എന്ന് ഔദ്യോഗികമായി സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ട്രംപ് അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാന വിഷയം എടുത്ത് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. അതായത് ഇറാനെ കണിശമായി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തനിക്ക് നടത്താൻ സാധിച്ചു. 837 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ച് അത് നടപ്പാക്കാനുള്ള ഒരു നീക്കത്തെ കൃത്യമായി തടയാൻ സാധിച്ചു. അക്കാര്യത്തിൽ നിന്നും ഇറാൻ പിന്മാറി. അതുപോലെ തന്നെ ആണവായുധം നിർമ്മിക്കാനുള്ള നീക്കം ഇനിയും തുടരുകയാണെങ്കിൽ, അതായത് നമുക്കറിയാവുന്നതാണ്, അന്താരാഷ്ട്ര ആറ്റമിക് എനർജി ഏജൻസി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ആയുധങ്ങൾ അല്ലെങ്കിൽ ആണവ പരീക്ഷണം നടത്താനുള്ള അനുമതി നൽകിയിട്ടുള്ളത് ഇറാനെ. അല്ലാതെ അത് ഏതെങ്കിലും രീതിയിൽ ഒരു ആയുധ നിർമ്മാണത്തിനുള്ള നീക്കമാണ് നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ വെപ്പണൈസ്ഡ് ന്യൂക്ലിയർ സിസ്റ്റത്തിലേക്കാണ് ഇറാൻ പോകുന്നതെങ്കിൽ അടിയന്തര സൈനിക നടപടി ഉണ്ടാകുമെന്ന ഒരു നിലപാടും ട്രംപ് അറിയിക്കുന്നുണ്ട്. തീർച്ചയായും ഗൗരവമേറിയ ഒരു സാഹചര്യം വീണ്ടും അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗ്രീൻലൻഡ് വിഷയത്തിലെ ഇടപെടൽ വേണ്ടതില്ല എന്ന നിലപാട് വളരെ കൃത്യമായി നാറ്റോ ഉൾപ്പെടെ ഇടപെട്ട് കർശനമായി അതിനെ തടയുന്ന ഒരു നിലപാട്, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തടയുന്ന ഒരു നിലപാടുണ്ടായതിന് പിന്നാലെ വീണ്ടും ഇറാനെതിരായ നീക്കങ്ങൾ ശാക്തീകരിക്കുന്ന ഒരു നിലപാടാണ് അപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ ഒരു ആക്രമണത്തിനുള്ള സാധ്യത ഇല്ല എങ്കിൽ കൂടി സൈനിക വിന്യാസം കൃത്യമായി നടത്തില്ല. നമുക്കറിയാവുന്നതാണ്, വെനസ്വേലയിലെല്ലാം തന്നെ സമാന രീതിയിലുള്ള വലിയ രീതിയിലുള്ള സൈനിക സന്നാഹങ്ങൾ നേരത്തെ തന്നെ ഒരുക്കുന്ന ഒരു സിസ്റ്റം, കരീബിയൻ കടലിലൊക്കെ ഒരുക്കുന്ന ഒരു സിസ്റ്റം ട്രംപ് പിന്തുടരുന്നു. സമാന രീതിയിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇറാനെതിരെ സൈനിക വിന്യാസം ശക്തമാക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് ട്രംപിന്റെ തീരുമാനമെന്നാണ് നിശ്ചയദാർഢ്യം നിറഞ്ഞ ഈ മറുപടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാനിലേക്ക് സൈന്യത്തെ വിന്യസിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇറാൻ ആണവായുധം നിർമ്മിക്കാനുള്ള തീരുമാനമെടുത്താൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ട്രംപ് പറയുന്നു.